നമസ്കാരം. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് 2017 കൊറിയൻ ത്രില്ലർ ഫോർഗോട്ടൻ ആണ്. ഒരു ആൺകുട്ടിയുടെ സഹോദരൻ അപഹരിക്കപ്പെടുന്നതും പിന്നീട് സംഭവിക്കുന്ന മനസ്സിലാക്കാനാകാത്ത ത്രില്ലിംഗ് ട്വിസ്റ്റുകളും ഈ ചിത്രത്തിന്റെ മുഖ്യ ഭാഗമാണ്. ഈ സിനിമ ഒരു മിസ്റ്ററി മാത്രമല്ല, ഒരു സൈക്കോളജിക്കൽ പൈനായിട്ടുണ്ട്. അവസാനം കാണുമ്പോൾ പോലും നിങ്ങൾ അന്വേഷിക്കുന്നതാകുന്നത് എന്താണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരിക്കലും മറക്കാനാകാത്ത സിനിമ അനുഭവത്തിലേക്ക് കടക്കാം. സ്റ്റോറി തുടങ്ങുന്നത് ജിൻസോക്കുമായി. അവൻ തന്റെ മാതാപിതാക്കളുമായി സഹോദരൻ യൂസോക്കിനൊപ്പം പുതിയ വീട്ടിലേക്ക് മാറുന്നു. പുതിയ വീട്, കുറെ ശബ്ദങ്ങൾ, ചില അസ്വാഭാവികത. പക്ഷേ ജിൻസോക്ക് ഇതിനെയൊക്കെ ഭ്രമം പോലെ കാണുന്നു, കാരണം അവൻ ചികിത്സയിൽ ആണല്ലോ. ഒരു രാത്രിയിൽ യൂസോക്ക് അപഹരിക്കപ്പെടുന്നു. ജിൻസോക്ക് അതിന് സാക്ഷിയാകുന്നു. അവൻ എല്ലാം കണ്ടു, കാറ്, ആളുകൾ, ശബ്ദം. പക്ഷേ ആരും വിശ്വസിക്കുന്നില്ല. 19 ദിവസം കഴിഞ്ഞ് യൂസോക്ക് തിരികെ വരുന്നു. പക്ഷേ ഏതോ മാറിയവനായി. അവന്റെ പെരുമാറ്റം അന്യമായി. അവൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല, പാടുന്നത് ഒഴിവാക്കുന്നു, ഉറക്കമില്ല. ജിൻസോക്കിന് സംശയം തോന്നുന്നു. ജിൻസോക്ക് സ്വന്തം സഹോദരനെ പിന്തുടരാൻ തുടങ്ങുന്നു. ഒരു രാത്രിയിൽ യൂസോക്ക് അജ്ഞാത ആളുകളുമായി കൂടിച്ചേരുന്നത് കാണുന്നു. അവൻ ഒളിച്ചുപോയി കാണുന്നത് ഈ യുവാവ് സഹോദരനല്ല. ഇവൻ എന്തോ മറച്ചുവയ്ക്കുന്നു. ജിൻസോക്ക് ശ്രമിക്കുന്നു ഇത് തെളിയിക്കാൻ, പക്ഷേ അയാളെ ചിന്താശക്തിയില്ലാത്തവനായി കാണിക്കുന്നു. അവൻ ഒരു ദിവസം കണ്ടുപിടിക്കുന്നു ആ വീട് വ്യാജമാണെന്ന്. അമ്മയും അച്ഛനും അഭിനേതാക്കൾ, സഹോദരൻ പോലീസ് ഓഫീസർ. ജിൻസോക്ക് ഈ സിനിമയുടെ യഥാർത്ഥ രഹസ്യമാണ്. ഇവിടെയാണ് സിനിമയുടെ വലിയ ട്വിസ്റ്റ്. ജിൻസോ 21-കാരനായ ഒരു യുവാവ് അല്ല. അവന് ഏകദേശം 30 വയസ്സാണ്. അവന് അംനീഷ്യ ബാധിച്ചിരിക്കുന്നു. 18 വർഷം മുമ്പ് 1997 തന്റെ സഹോദരന്റെ വരനെ കൊല്ലുന്നത് ജിൻസോക്കാണ്. അവന്റെ സഹോദരൻ അതിനെ മറച്ചുവയ്ക്കുന്നു. പിന്നീട് പോലീസ് പിടികൂടുന്നു. അവൻ ജയിലിൽ പോകുന്നു. പക്ഷേ അംനീഷ്യ മൂലം അതെല്ലാം മറന്നു. ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ പരിശോധിക്കാൻ ഈ കൃത്രിമ ലോകം സൃഷ്ടിക്കുന്നു. ഇതാണ് യഥാർത്ഥ സ്റ്റോറി. 1997 ജിൻസോക്ക് മനസ്സിലാക്കാതെ അതിക്രമം ചെയ്തിരിക്കുന്നു. അവൻ സഹോദരന്റെ വരനെ തീർച്ചയായും കൊന്നു. അവൻ ജയിലിൽ കഴിഞ്ഞു. അവൻ മോചിതനായപ്പോൾ പോലീസ് അദ്ദേഹത്തെ മനഃശാസ്ത്രപരമായി പരിശോധിക്കാൻ തീരുമാനിച്ചു. അവന്റെ ഓർമ്മകളിലേക്ക് തിരികെ എത്താനായി ആ കുടുംബവും വീടും എല്ലാം നിർമ്മിച്ചു. കഥയിലെ ഫെക് ടൈം ലൈൻ ഒന്നും യഥാർത്ഥമല്ല. സത്യസന്ധമായ അനുഭവങ്ങൾ പുനഃസൃഷ്ടിച്ചു, അതിലൂടെ ജിൻസോക്കിനെ തിരിച്ചറിയാനായി. ഇത് ഒരു മാനസിക പരീക്ഷണമായിരുന്നു. സിനിമയുടെ അവസാനത്തിൽ ജിൻസോക്ക് എല്ലാം ഓർക്കുന്നു. അവൻ മനസ്സിലാക്കുന്നു ഈ ദോഷം അവന്റേതാണ്. അവൻ കുറ്റബോധത്താൽ തളരുന്നു. അവൻ നടക്കുന്ന വഴിയിൽ ഒറ്റക്കായി. സ്റ്റോറി അവസാനിക്കുന്നു. സിനിമ നമ്മോട് ചോദിക്കുന്നു, ഒരു വ്യക്തി തന്റെ ഓർമ്മകൾ മറന്നാൽ അവൻ നിരപരാധിയാകുമോ? അല്ലെങ്കിൽ ആത്മാവിനുള്ളിൽ കുറ്റബോധം എന്നത് എന്നും ജീവിച്ചിരിക്കുന്നതാണോ? ഫോർഗോട്ടൻ നമ്മെ ഓർമ്മപ്പുരയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സത്യം മറഞ്ഞിരിക്കുന്നു, മനസ്സിന്റെ അകത്ത്. ഇത് ഫോർഗോട്ടൻ 2017 എന്ന മികച്ച കൊറിയൻ ത്രില്ലറിന്റെ വിശദമായ വിശകലനമായിരുന്നു. സിനിമ ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.